ലോകത്തെ ഏറ്റവും വലിയ സാമ്രാജ്യത ശക്തികളിലൊന്നായ ഉസ്മാനിയ സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ ഉസ്മാൻ ഒന്നാമൻ തന്റെ പ്രിയപ്പെട്ട പുത്രൻ ഊർഖാനെ വിളിച്ച് തന്റെ അന്ത്യനിമിഷത്തിൽ ഇങ്ങനെ ഉപദേശിക്കുന്നുണ്ട്: പ്രിയപ്പെട്ട മകനെ, നമ്മെ അനുസരിക്കുന്നവരോട് വളരെ ഔദാര്യപൂർവ്വം മാത്രം പെരുമാറുക. ഭടന്മാരോട് നീ ഔദാര്യം കാണിക്കുക. നിന്റെ ശക്തിയും സമ്പത്തും കൊണ്ട് പിശാച് നിന്നെ ചതിക്കാതിരിക്കട്ടെ. അധികാരത്തിന്റെ ആനന്ദത്തിനു വേണ്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തി അധികാരത്തിൽ കയറ്റാനോ ഇറക്കാനോ വേണ്ടി ആധിപത്യം സ്ഥാപിക്കുന്നവരോ യുദ്ധം ചെയ്യുന്നവരോ അല്ല നമ്മൾ. ഇസ്ലാം കൊണ്ടാണ് നാം ജീവിക്കുന്നത്. ഇസ്ലാമിന് വേണ്ടി നാം മരിക്കും. അതിന്റെ ആ ദീനിന്റെ മാത്രം ആളാണ് നീ എന്ന ബോധ്യം നിനക്ക് എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ലോകനാഥനായ അള്ളാഹുവിന്റെ പ്രീതിയാണ് നമ്മുടെ ലക്ഷ്യമെന്ന് നിനക്കറിയാമല്ലോ. ജിഹാദ് കൊണ്ട് എല്ലായിടത്തും നമ്മുടെ ദീനിന്റെ പ്രഭ പരക്കുന്നുണ്ട്. അതിനാൽ പ്രതാപവാനും മഹാനുമായ അള്ളാഹുവിന്റെ തൃപ്തിയുള്ളത് മാത്രം നീ പറയുക. ഈ ഒരു ഉപദേശമാണ് ഉസ്മാനിക സാമ്രാജ്യം തങ്ങളുടെ അവസാനം വരെ കാത്തുപോകുന്നത്. ഓരോ ഉസ്മാനിക സുൽത്താനും ശരീഅത്തിൽ അതിനിപുണനായ ഒരു ശൈഖുണ്ടായിരുന്നു. അതുമാത്രമല്ല, ഉസ്മാനിയ സുൽത്താനത്തിന്റെ കപ്പൽപ്പട ഏതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളുടെ സമീപത്തു കൂടി കടന്നു പോകുന്നുണ്ടെങ്കിൽ ആ യൂറോപ്യൻ രാജ്യം തങ്ങളുടെ പള്ളിമണി അടിക്കുന്നത് നിർത്തലാക്കും. മറ്റൊന്നും കൊണ്ടല്ല, ഈ ശബ്ദം കേട്ട് സുൽത്താന്റെ കപ്പൽപ്പട വന്ന് തങ്ങളുടെ നാട്ടിൽ ആധിപത്യം സ്ഥാപിക്കുമോ എന്ന പേടിയായിരുന്നു കാരണം. അതുകൊണ്ട് തന്നെ ഈ ഭയവും വെപ്രാളവും എല്ലാം കൊണ്ടാണ്, അല്ലെങ്കിൽ ഇത്രത്തോളം കീഴൊതുങ്ങി ജീവിക്കേണ്ടി വന്നത് കൊണ്ടാണ് ഇംഗ്ലീഷുകാർ മധ്യകാലഘട്ടത്തെ ഡാർക്ക് ഏജ് എന്ന് പറയുന്നത്.